ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് കാർ ഡ്രൈവിംഗിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വാഹനം പഠിക്കുന്ന ഒരുപാട് പേര് ഡ്രൈവിങ്ങിൽ ഫേസ് ചെയ്യുന്ന ഡ്രൈവിങ്ങിലെ ഏറ്റവും വലിയൊരു പ്രശ്നത്തെക്കുറിച്ചാണ്. അതായത് ഒരുപാട് പേര് വാഹനം പഠിക്കുന്ന ടൈമിൽ ഓടിച്ച് തെളിയാത്തത് കൊണ്ട് പലയിടങ്ങളിലും ഡ്രൈവിംഗ് പരിശീലനം മാറി മാറി എടുക്കാറുണ്ട്. എന്നാൽ മാറി മാറി എടുത്തിട്ടും വാഹനം റോഡിൽ ഓടിക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട്. പലപ്പോഴും ചിന്തിക്കും, എന്താണ് എൻ്റെ പ്രശ്നം, വാഹനം ഓടിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണ്? ഞാൻ പലയിടത്ത് പോയി ഡ്രൈവിംഗ് പഠിച്ചു, മാറി മാറി പല ആൾക്കാരിൽ നിന്ന് ഉള്ള പരിശീലനം നേടി, എന്നിട്ടും എനിക്ക് വാഹനം ഓടിക്കാനായിട്ട് കഴിയുന്നില്ല. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് പേർക്ക് കാർ ഡ്രൈവിംഗ് പരിശീലനം നൽകുന്ന ആളാണ്. അത്തരത്തിൽ എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ വന്ന ഒരുപാട് പേര് ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്ത ആൾക്കാരായിരുന്നു. സാധാരണ ഡ്രൈവിംഗിൽ ഇത്തരത്തിൽ സംഭവിക്കുന്ന പ്രോബ്ലങ്ങളും അതിന് പരിഹാര മാർഗങ്ങളും ഞാൻ ഓരോ പോയിന്റ്സ് ആയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. കൃത്യമായിട്ട് നിങ്ങളിതൊന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് വാഹനം ഓടിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാനായിട്ട് നിങ്ങളെ ഞാനിവിടെ ഡ്രൈവ് ചെയ്ത് കാണിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിവിടെ ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു സെയിം മെത്തേഡ്, ഞാൻ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ വേഗതയെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് എല്ലാ ഗിയറും ഇട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്താണ് ഞാൻ വണ്ടി ഓടിക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടുന്നു, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് ഇൻഡിക്കേറ്റർ ഞാൻ ഇടുകയാണ്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം നിങ്ങൾ നോക്കുക, എൻ്റെ വണ്ടി ഞാൻ ഇവിടെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നത്, എൻ്റെ വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്തിട്ട് ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ വണ്ടിയെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ വേഗത കൂട്ടി ഞാൻ വാഹനം ഓടിക്കുക എന്നുള്ളതല്ല. അതിന് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി മെല്ലെ റൈറ്റ് സൈഡിലേക്ക് റോഡിലേക്ക് ഇറങ്ങാണ്. ഇപ്പോൾ പറയുന്നൊരു വണ്ടി വരുന്നുണ്ട്, ആ വണ്ടി കയറിപ്പോയതിന് ശേഷം നമുക്ക് മെല്ലെ റോഡിലേക്ക് ഇറങ്ങാം. നിങ്ങൾ നോക്കിയാൽ മെല്ലെ ഞാൻ റോഡിലേക്ക് ഇറങ്ങി ഉടൻ തന്നെ എൻ്റെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ ആക്കുകയാണ്. അല്ലാതെ അടുത്ത ഉടനെ തന്നെ ഗിയർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ നോക്കിയേ, എൻ്റെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തി. ഇവിടെ നിങ്ങൾ ഇനി ചെയ്യേണ്ട അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് എത്തിയതിന് ശേഷം നിങ്ങളുടെ നോട്ടം റോഡിൽ തന്നെ ആയിരിക്കണം. ഒരു കാരണവശാലും ഇനി നിങ്ങളുടെ നോട്ടം മറ്റൊരു സ്ഥലത്തേക്ക് പോകരുത്. സ്റ്റിയറിംഗിലേക്ക് നോക്കാൻ പാടില്ല, ഗിയർ ലിവറിലേക്ക് നോക്കാൻ പാടില്ല, മറ്റൊരു സൈഡിലേക്ക് നോക്കാൻ പാടില്ല. ഇപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കാം, ലെഫ്റ്റ് മിറർ നോക്കാം, റൈറ്റ് നോക്കാം, സെൻറ്റർ നോക്കാം, ഇതിലൊന്നും തെറ്റില്ല. പക്ഷേ എങ്കിൽ നോട്ടം താഴോട്ട് പോകരുത്. കൃത്യമായിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, അടുത്തൊരു ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അടുത്തൊരു ഗിയർ കൊടുക്കാൻ നേരത്ത് നിങ്ങൾ ചെയ്യേണ്ട, ഫസ്റ്റ് കൊടുത്തിട്ട് സെക്കൻഡ് ഇട്ടിട്ട് ക്ലച്ചേന്ന് കാലെടുത്താൽ മതി. അതുവരെ നിങ്ങൾ വാഹനം ഓടിക്കുന്നവർ എന്ത് ചെയ്യണം, ഇടത്തെ കാല് ക്ലച്ചയിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് റോഡിൻ്റെ ഇടത് വണ്ടിയാണെന്ന് ഉറപ്പ് വരുത്തുക, ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. ഇടുന്ന സമയത്ത് ഒരു കാരണവശാൽ ഈ ലിവറിലേക്ക് നോക്കാനേ പാടില്ല. റോഡിൽ നമ്മുടെ നോട്ടമാണെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത്, നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് തന്നെ നമ്മൾ ചേർന്ന് ഓടിക്കും. പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ നമുക്ക് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ അറിയാതെ ഒരു നോട്ടം നമ്മുടെ ഈ റൈറ്റ് മിററിലേക്ക് പോയിക്കോളും. അതുകൊണ്ട് നോട്ടം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൃത്യമായിട്ട് ആക്കുക, ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം ഓടിക്കുക. ഇങ്ങനെ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോജനം എന്ന് പറയുന്നത്, നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗതയെ നിങ്ങൾ അറിയാതെ തന്നെ കൺട്രോൾ ചെയ്യും. കാരണം ലെഫ്റ്റ് ചേർന്ന് ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്ക് ചിലപ്പോൾ സ്പീഡ് കൂടി നടുക്കോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സ്വാഭാവികമായിട്ട് ബ്രേക്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കും. ഇനി നമുക്ക് വാഹനത്തെ വീണ്ടും മൂവ് ആക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൊടുത്ത് നമ്മുടെ വാഹനത്തെ ഇടതാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇടത് ചേർന്ന് ഓടിക്കാനായിട്ടുള്ള ഒരു ചിന്ത നിങ്ങൾ വെക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗതയെ നിങ്ങളുടെ കൺട്രോളിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്നതിനിടയിൽ പല ആൾക്കാർക്കും സ്റ്റിയറിംഗ് കൺട്രോൾ കറക്റ്റായിട്ട് കിട്ടാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഗിയർ മാറ്റുമ്പോഴാണ് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുന്നത്. അവിടെ ചിലപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോളും തെറ്റും, അതോടൊപ്പം തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങും തെറ്റിപ്പോകും ഗിയർ മാറ്റുമ്പോൾ. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിന് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വലത്തെ കൈയും ഇടത്തെ കൈ ഇങ്ങനെ യൂസ് ചെയ്യണം. അതായത് നിങ്ങൾ നോക്കിയേ, ഇവിടെ നമ്മളുടെ വലത്തേക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ ഇവിടെയും ഇടത്തേക്ക് ഇതേ ഗിയർ ലിവറിൻ്റെ ഇവിടെയും വരിക. എന്നിട്ട് ഞാൻ ഇവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. ഇവിടെ
റൈറ്റ് സൈഡിലേക്ക് ഞാൻ ഇതേ കൊണ്ട് ഇങ്ങനെ വാഹനം എടുക്കുന്നു. വീണ്ടും ഇതേ വാഹനത്തെ ഇവിടെ ഒതുക്കി നിർത്താണ്. ഇനി ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇങ്ങനെ ഓടിക്കാനായിട്ട് ശ്രമിക്കണം. അതായത് നിങ്ങൾക്കപ്പം സ്റ്റിയറിങ്ങും ഗിയറും തെറ്റത്തില്ല. അതായത് ഇത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ റൈറ്റ് ഇതേ വണ്ടി ഇങ്ങനെ എടുത്തു. ലിവറെ എൻ്റെ കൈ ഇങ്ങനെ വെച്ചേക്കാണ്. കാരണം നിങ്ങൾക്കത് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഞാനൊരു മാർഗ്ഗം പറഞ്ഞു തരുന്നത്. എന്നിട്ട് എൻ്റെ വണ്ടി ഞാനിതേ റോഡിൽ ഇടത് നോക്കി ഇടത് തന്നെ ആക്കാനായിട്ട് നോക്കുന്നു. ഇടത്തേക്കാല് നിങ്ങൾ നോക്കി ക്ലച്ചയിലാണ് നിൽക്കുന്നത്. എന്നിട്ട് വണ്ടിക്ക് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഞാൻ മൂവ്മെൻറ്റ്സ് നൽകുന്നു. ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ഇവിടെ ബാലൻസ് ചെയ്ത് ഇടത്താക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ലിവറിലേക്ക് നോക്കുന്നില്ല. എന്നിട്ട് ഒരു കൈ കൊണ്ട് ഞാൻ ഇവിടെ ബാലൻസ് ചെയ്ത് ഇത് ഓടിക്കുകയാണ്. എന്നിട്ട് ഇടത്തെ കാലെടുത്ത് ക്ലച്ച് വിടലേന്ന് മാറ്റി ഫ്ലോറിലേക്ക് വെച്ചു. ഇനി തേർഡ് ഗിയർ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വണ്ടി റോഡിൻ്റെ ഇടതാണെന്നാണ് ഞാൻ ഉറപ്പ് വരുത്തുന്നത്. കണ്ടോ, റോഡിൻ്റെ ഇടത്തിലേക്ക് ചേർത്ത് ഉറപ്പ് വരുത്തുന്നു. എന്നിട്ട് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു. ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിന് ഇങ്ങനെ ബാലൻസ് ചെയ്ത് തേർഡ് ഗിയർ കൊടുക്കുന്നു. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഇങ്ങനെ ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഓടിക്കാനായിട്ട് കഴിയുമോ എന്നുള്ളൊരു ചിന്ത തോന്നും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത്യാവശ്യം വീതി കൂടിയുള്ള ഒരു റോഡിൽ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. അതിനൊരു സെക്കൻഡ് ഗിയർ വരെ ഇട്ട് നിങ്ങൾ ആദ്യം ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. ഒരാളെ കൂട്ടത്തിൽ ഇരുത്തി പരീക്ഷിക്കുക. നിങ്ങൾ ഒരു കുറച്ച് ദൂരം അങ്ങ് ഓടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വലത്തെ കൈ ബാലൻസ് വരും. ബാലൻസ് വരുന്ന സമയത്ത് നമുക്കുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മളുടെ വാഹനം ഇടത് ചേർന്ന് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. ആ സമയത്ത് നമുക്ക് ഗിയർ അപ്പോ ഡൗണോ ചെയ്യുന്ന സമയത്ത് തെറ്റത്തില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് തേർഡ് ഗിയർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തേർഡ് ഗിയർ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെയും നമ്മുടെ വണ്ടി ഇടതായതിനു ശേഷം മാത്രമേ തേർഡ് ഗിയർ കൊടുക്കാവുള്ളൂ. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു കാരണവശാലും നിങ്ങൾ തേർഡ് ഗിയർ കൊടുക്കരുത്. നിങ്ങൾക്ക് എവിടെയാണോ തേർഡ് ഗിയർ ഇടാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം റോഡിൽ ലഭിക്കുന്നത് അവിടെ കൊടുക്കുക. ഇപ്പോൾ ഒരു വളവിൽ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ലെങ്കിൽ കൊടുക്കണ്ട. ഇപ്പോൾ വളവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഗിയറിൽ തന്നെ ഇങ്ങനെ വരുന്നു. കണ്ടോ, ഇപ്പോൾ അവിടെ ഒരു ബസ് കയറി വന്നു, ഞാൻ സെക്കൻഡ് ഗിയറിൽ തന്നെ വന്നു. ഇനി നമുക്ക് തേർഡ് കൊടുക്കാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഇവിടെയാണ് ലഭിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കുക. വാഹനത്തെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ആക്സിലറേഷൻ നമ്മൾ കുറയ്ക്കുക. ലെഫ്റ്റിന് തന്നെ പ്രാധാന്യം നൽകിക്കൊണ്ട് എന്ത് ചെയ്യണം? ക്ലച്ച് പിടിക്കുക, തേർഡ് ഗിയർ ഇടുക. അപ്പോൾ തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, തേർഡും ഫോർത്തും ഇടുമ്പോൾ ഒരു വാഹനത്തിന് ഒരു ഇത്തിരി മൂവ്മെൻറ്റ്സ് നൽകിയിട്ട്, നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് മാത്രം ഇടാനായിട്ട് ശ്രമിക്കണം. ഇനി ഒരു ഇറക്കത്തോടു കൂടിയ ഒരു സ്ഥലത്താണെങ്കിൽ നമുക്ക് ഫോർത്ത് ഗിയർ കൊടുക്കാനായിട്ട് മൂവ്മെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. വണ്ടി ഇടത്താണെന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. അതായത് ഇപ്പോൾ നമ്മളൊരു ഇറക്കം ഇറങ്ങി വരുവാണ്, അത്യാവശ്യം വീതി കൂടിയ റോഡാണ്, വാഹനത്തിന് മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് വണ്ടി ഇടതാക്കണം. സ്റ്റിയറിങ് അതിന് ഇങ്ങനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കണ്ടോ, ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൈ ഇവിടെ പിടിക്കുക, വണ്ടി ഇടത്താണെന്ന് ഉറപ്പ് വരുത്തി ഫോർത്ത് ഗിയറിലേക്ക് ഇടുക. ഇവിടെ നോട്ടം എന്ത് ചെയ്യണം? റോഡിലായിരിക്കണം. അപ്പം നോട്ടം റോഡിലാക്കിക്കൊണ്ടുള്ള ഗിയർ, അപ്പോൾ നോട്ടം റോഡിലാക്കിക്കൊണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ വേഗതയെ ബാലൻസ് ചെയ്ത് ഇടത്ത് കൺട്രോൾ ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് നിങ്ങൾക്ക് ഒരു പരിധി വരെ കിട്ടും. ഇനി നമ്മൾ ഗിയർ ഡൗൺ ചെയ്യേണ്ടത് എപ്പോഴാണ്? ഒരു വാഹനം സ്ലോ ആകുന്ന സിറ്റുവേഷൻ. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു. ഇപ്പോൾ ഇതുകൊണ്ട് ഇവിടുന്ന് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു, എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വാഹനത്തെ സ്ലോ ചെയ്ത് ഇത് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുത്തിട്ട് ഇത് ലെഫ്റ്റ് സൈഡിലേക്ക്. ഇനി നമുക്ക് രണ്ട് കൈ ആവശ്യമുണ്ടെങ്കിൽ രണ്ട് കൈ ഇങ്ങനെ ഉപയോഗിക്കുക. വീണ്ടും എന്ത് ചെയ്യുന്നു? എൻ്റെ ഈ കൈ ഇത് ഈ ഒരു രീതിയിൽ തന്നെ ഇവിടെ വരുന്നു, വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു. കണ്ടോ, തേർഡ് ഗിയറിലേക്ക് ഇട്ടു. കണ്ടോ, അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസും ഗിയർ ഷിഫ്റ്റിങ്ങും ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഒരു കാരണവശാലും തെറ്റത്തില്ല. നമുക്ക് കുറേ കൂടെ ഈ രണ്ട് കാര്യങ്ങളെ ഒരേ രീതിയിൽ നമുക്ക് ബാലൻസ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അതായത് സ്റ്റിയറിംഗ് ബാലൻസും ഗിയർ ഷിഫ്റ്റിങ്ങിനും ഒരേ രീതിയിൽ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഈ ബാലൻസ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ചെയ്യുമ്പോൾ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും നമ്മളിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതും കൂടെ നമുക്ക് ഡ്രൈവിങ്ങിൽ നല്ല രീതിയിൽ തെളിയാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. അതായത് മുന്നോട്ടിടുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും എല്ലാം മൂവ്മെൻറ്റ്സിലിടാം. ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം ഡ്രൈവിങ്ങിൽ ചെയ്താൽ മതി. അതായത് ഫോർത്തിൽ പോകുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അഡ്വാൻസ് തേർഡ് ഗിയർ ഇട്ട് കൊടുക്കുക. തേർഡിൽ പോകുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അഡ്വാൻസ് സെക്കൻഡ് ഗിയർ ഇട്ട് കൊടുക്കുക. ഇനി സെക്കൻഡിലും പോകുന്നില്ല, വാഹനം തീർത്തും സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? അഡ്വാൻസ് ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വാഹനത്തിൻ്റെ വേഗതയെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇടത്ത് ചേർന്ന് വണ്ടി ഓടിക്കുക. സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം രണ്ട് കൈകൾ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുക. പിന്നെ സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ബാലൻസിങ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരു കൈ ഗിയർ ലിവറെ വെച്ച് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.